അർജുനെ കാണാതാവുന്നത് കുടുംബത്തിനുണ്ടാക്കുന്ന ആശങ്ക വളരെ വലുതാണ്. 2 ദിവസം മുമ്പാണ് കുടുംബം അധികൃതർക്ക് ജനപ്രതിനിധികൾക്ക് പരാതിപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഷിരൂരെ അപകടം ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തതായെങ്കിലും ഒരു മലയാളി അതിലുണ്ട്, അകപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടാൻ വൈകി എന്നതാണ് സാഹചര്യം. കുടുംബം പരാതിയായി വന്നപ്പോൾ ഇന്നലെയാണ് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയൊക്കെ ഇടപെടലുകൾ ആ മേഖലയിൽ ഉണ്ടാവുന്നത്. ഒടുവിൽ കുടുംബവും പ്രതീക്ഷയുടെ കാത്തിരിപ്പിലാണ്. അധികൃതരുടെ ഇടപെടലുണ്ടാവുന്നു. എന്തായാലും ഈ ദിവസം രക്ഷാപ്രവർത്തനം ഇപ്പോൾ വൈകുന്നത് കുടുംബത്തിന് ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. കുടുംബാംഗങ്ങളുടെ സഹോദരിയുടെ വാക്കുകളിലേക്ക്. അതായത് രാവിലെയാണ് അവിടെ നടന്നത്. അവനെ രാവിലെ 6:30 വിളിച്ചപ്പോൾ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് ശേഷം ഓഫാണ്. വണ്ടിയിലാകുമ്പോൾ അവൻ പല സ്ഥലത്ത് കിടന്നുറങ്ങാറുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നത്. അവന്റെ ഒരു കൂടെ മറ്റൊരു ലോറിയിലെ ഡ്രൈവർ വിളിച്ചിട്ടാണ് ഉച്ചയ്ക്ക് പറയുന്നത് അവിടെ ഇങ്ങനെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അർജുൻ അതിൽ പെട്ടിട്ടുണ്ടാവില്ല, അവൻ വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും, വിളിച്ച് കിട്ടാനല്ല, അവിടെ നെറ്റ്വർക്കും കാര്യങ്ങളും ടവറൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ വരും, നമ്മൾ ഇങ്ങനെയല്ലല്ലോ വിചാരിക്കുക, മണ്ണിന്റെ അടിയിൽ കുടുങ്ങിയ കുറച്ച് ഇതായുള്ളൂ ആ വാർത്തയിലൊക്കെ കണ്ട പോലെ. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. രാത്രിയായിട്ടും വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോഴാണ് നമ്മൾ മറ്റു രീതിയിൽ എന്റെ ഇവിടുന്ന് നമ്മൾ 3 പേര് പോയി. പിന്നെ അനിയത്തി രാത്രി അവിടെ അങ്കോല സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു അർജുന്റെ മിസ്സിംഗ് ഇവിടെ ഉച്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടുത്തെ സ്റ്റേഷനിൽ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ അവളടുത്തൊരു ഫോട്ടോ ചോദിച്ചു, അവളൊരു ഫോട്ടോ അങ്ങോട്ട് അയച്ചും കൊടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോയിട്ട് ഇവിടുത്തെ ചേവാരി സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു നമ്മളെ ബ്രദർ മിസ്സിംഗ് ആണ്, അവിടെ ഇങ്ങനെ നടന്നിട്ടുണ്ട്, അവന്റെ ലാസ്റ്റ് സൈബർ സെല്ലിൽ നിന്ന് ലൊക്കേഷൻ എടുപ്പിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടേക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവിടുന്ന് പോയ ആളുകൾ 17-ാം തീയതി രാവിലെ അവിടെ എത്തി. അവൻ പോവാവുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ പോയി സെർച്ച് ചെയ്തു. നെറ്റ്വർക്ക് ഉണ്ടാവില്ല, അല്ലെ കാട്ടിൽ മാത്രമേ കയറുള്ളൂ, ബാക്കി എല്ലാ റൂട്ടിലും അവർ കയറി പോയി. പിന്നീട് ഉച്ചയോട് കൂടിയിട്ട് അവർ അവിടുത്തെ സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ബ്രദർ വന്നിട്ട് മിസ്സിംഗ് ആണ്. അപ്പൊ അവര് പറഞ്ഞ് FIR ഒന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, എന്തോ ടെക്നിക്കൽ റീസൺസും കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷം വീണ്ടും വൈകിട്ട് അവിടെ ഉള്ള ഒരു മേഡം ഉണ്ടായിരുന്നു. മേഡം പറഞ്ഞു നമുക്ക് എന്താണെങ്കിലും സ്റ്റേഷനിൽ ഒന്നൊരു കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ വീണ്ടും പോയി. പക്ഷെ അവര് FIR ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ അറിയിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അവിടെയും അറിയിച്ചു, ഇവിടെയും അറിയിച്ചു. പിന്നെ അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, അങ്ങോട്ട് ആരും വിടുന്നില്ല, റെസ്ക്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കിട്ടും കുറച്ച് ഏരിയയും കൂടി മണ്ണ് നീക്കാനുള്ള പ്രതീക്ഷ. അവരാ പറയുമ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല. ആസ് എ കോമൺ പീപ്പിൾ നമ്മൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മുതൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഡിലേയും വന്നിട്ടില്ല. പിന്നെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മീഡിയയോ അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിലോ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ അവിടെ ഒരു പോലീസ് ഉണ്ട്, ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിച്ചു, അവരെടുത്ത് പറഞ്ഞു കാര്യങ്ങൾ, അവരതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ആ പ്രതീക്ഷ കൈവിട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു സഹായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെനയാന്ന് സാറിന്റെ പോയി കാണുന്നതും. അതിനുശേഷമുള്ള ഭാഗമായിട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ആ ഒരു സ്ഥലത്തെത്തിയത്. റെസ്ക്യൂ നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. അതാണ് ആ കുടുംബാംഗങ്ങളുടെ പ്രതികരണം. റഡാർ എത്തിക്കാനായാൽ തെരച്ചിൽ ഊർജിതമാക്കാമെന്ന പ്രതീക്ഷയുണ്ടെന്നാണ് സംഭവ സ്ഥലത്തുള്ള അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ ന്യൂസ് 8നോട് പ്രതികരിച്ചത്. അർജുനെ ജീവനോടെ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് കടത്തിവിടുന്നില്ലെന്നും ജിതിൻ പറയുന്നു. അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ജിതിൻ, എങ്ങനെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം വിലയിരുത്തുന്നത്? ഇന്നത്തെ സാഹചര്യം ഇപ്പം ഇവിടെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. ഇതുവരെ SP സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, സാറ് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, ജസ്റ്റ് വെയിറ്റ് ഫോർ മീ അങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് എന്താണ് സാഹചര്യം. ഇപ്പം എന്ത് രീതിയിലുള്ള വർക്കാണ് അവിടെ നടക്കുന്നത് അറിയില്ല, കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. കുറച്ച് ദൂരമല്ലേ, 2 കിലോമീറ്റർ ഇനി അങ്ങോട്ട് ഉള്ളോട്ട് പോകണം. അപ്പോൾ അറിയില്ല ഇനി എന്താ അവിടെ സംഭവിക്കുന്നത്. ഇന്നലത്തെ ഒരു പരിശോധന വലിയ തോതിൽ ആക്ഷേപം ഉയർന്നിരുന്നതാണ്. അത് എങ്ങനെയാണ് ഇന്നലെ ശരിക്കും കാര്യക്ഷമമായിട്ട് നമ്മുടെ ഈ ന്യൂസിന്റെയും നമ്മുടെ നാട്ടിലെ ഈ ഗവൺമെന്റിന്റെയും ജനപ്രതിനിധികളുടെ ഇടപെടൽ മൂലം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിന്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. IG സാർ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു വിലയിരുത്തലുണ്ടായത്. നമുക്കൊരു കോൺഫിഡൻറ്റ് തോന്നിയത് ഇന്നലെയൊക്കെ ആ വണ്ടിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് മണ്ണൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴേക്കും അപ്പോഴേ പിന്നെ നമ്മളൊക്കെ അവിടുന്ന് പറഞ്ഞയച്ചു. ഇപ്പോഴും പ്രതീക്ഷ എന്താണ്? ഇപ്പോൾ GPS സംവിധാനം ലഭിക്കുന്നില്ല എന്നാണ് അല്പസമയം മുമ്പ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആളുകൾ പറഞ്ഞത്. നമുക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഉണ്ട്, ഞാൻ പ്രതീക്ഷ അവനെ ജീവനോട് തിരിച്ചു കിട്ടുന്ന 100%.
വിശ്വാസമുണ്ട്. ജീവൻ്റെ എന്തെങ്കിലും കണിക നിലനിർത്താനുള്ള അത് അർജുനാണ് നിലനിർത്തുക. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സംവിധാനങ്ങൾ ഇന്നലെ മുതലാണെന്ന് പറഞ്ഞു, എത്രത്തോളം ഇപ്പോൾ സജീവമായി ഉണ്ട്? കേരളത്തിൽ നിന്നുള്ള സംവിധാനം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ അറിയില്ല. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, അതുപോലെ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. ഇടപെടൽ എല്ലാവരും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അവരെല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഗ്രൗണ്ടിലെ റിയാലിറ്റിയിൽ നമുക്കത് അത്രത്തോളം ഒരു എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ശ്രമിക്കുന്നുണ്ടാവും എല്ലാവരും അവരുടെ രീതിയിൽ ശ്രമിക്കും. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരു ആൾ പറഞ്ഞത് കൊണ്ടോ ഇന്നാൾ പറഞ്ഞത് കൊണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. വലിയ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും നടക്കും. ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നും പങ്കുവെച്ചിട്ടില്ല. നമ്മൾ അവിടെ പോയിട്ട് എൻക്വയറി ചെയ്യുമ്പോൾ മാത്രം അവരെന്തെങ്കിലും പറയും. നമ്മൾ 2-3 ദിവസമായിട്ട് തന്നെ എന്തെങ്കിലും വണ്ടിയുടെ അപ്ഡേഷൻ ഉണ്ടോ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഓരോ അരമണിക്കൂർ 1 മണിക്കൂർ പോയി ചോദിക്കുമ്പോൾ അവരില്ലാന്ന് പറയും. ചിലപ്പം പറയും, കുറച്ച് ആൾക്കാർ ഇത് ഇവിടെയാണ് പറയും, അല്ല അത് അവിടെയാണ് പറയും, ചിലപ്പോൾ പുഴയിലേക്കാണ് പോയതെന്ന് പറയും. അങ്ങനെ നമ്മളെ ആകെ കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ എക്സാക്റ്റ് ലൊക്കേഷൻ ആദ്യം വന്നന്ന് മുതലേ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ കൊടുത്ത ആ ലൊക്കേഷൻ അതിനപ്പുറം വലിയൊരു തെരച്ചിൽ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിനുശേഷം ഇന്നലെ വന്നിട്ട് അവർ ലാസ്റ്റ് റിങ് ചെയ്തല്ലോ, ആ ലൊക്കേഷൻ വെച്ച് ട്രേസ് ചെയ്തിട്ടുണ്ട്. കോൾ ലൊക്കേഷൻ വെച്ചിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് അത് ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട് സംഭവം. ഇപ്പോൾ ആ ഒരു ഇതിലാണ് അവർ തുടങ്ങുന്നത്. അവിടെ ഉണ്ട് ഉറപ്പിച്ചത് ഇത് കാരണം. കുടുംബത്തിന് ഇപ്പോൾ ആരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്? കുടുംബത്തിൽ ഞാനുണ്ട്, അർജുൻ്റെ അനിയനുണ്ട്, അർജുൻ്റെ ഒരു കസിനും ഉണ്ട്. അതാണ് എന്തായാലും അർജുൻ ജീവനോടെ തന്നെ തിരിച്ച് വരും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുമുള്ളത്. ഒപ്പം നമ്മളും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നതും. അതാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. അവരെപ്പോഴും അവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബൈജു.